US-ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ഉടൻ ഉണ്ടാകില്ല. രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ വക്താവ് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം ഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഉടൻ തന്നെ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഇറാനിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. വ്യാഴാഴ്ചയാണ് US-ഇറാൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള തുടർന്നുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുമെങ്കിലും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസും അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ നീട്ടാനും ദീർഘകാല സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും സാധ്യതയേറെയാണെന്നും അതിലേക്ക് ഇരുപക്ഷവും കൂടുതൽ അടുത്തിരിക്കുകയാണെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം എന്നാണ് ഇനി സമാധാന ചർച്ചകൾ നടക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നേരത്തെ പുതിയ ചർച്ചയ്ക്ക് മുന്നോടിയായി US രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവയാണ് US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനും വെടിനിർത്തൽ ശ്രമങ്ങൾക്കുമായി പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് കളമൊരുക്കുകയാണ് പാക് സൈനിക മേധാവി അസീം മുനീർ അടങ്ങുന്ന പ്രതിനിധി സംഘം ഇറാനിൽ എത്തിയിരിക്കുന്നത്. അസീം മുനീറിന്റെ സന്ദർശനത്തിൽ ചില വിഷയങ്ങളിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ ലഘൂകരിക്കപ്പെട്ടതായും എന്നാൽ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള വിയോജിപ്പ് ഇപ്പോഴും തുടരുകയാണെന്നും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കൂടാതെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഇടപെടലുമാണിത്. അതേസമയം പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ വ്യാഴാഴ്ച രാവിലെ ടെഹ്റാനിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ US-ഉം ഇറാനും തമ്മിലുള്ള തീവ്രമായ നയതന്ത്ര ഇടപെടലുകൾക്കിടയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ടെഹ്റാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പ്രത്യാശ പ്രകടിപ്പിച്ചതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ഇസ്ലാമാബാദിന്റെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്നാണ് ഈ സംഭവവികാസമെന്നും റിപ്പോർട്ടിലുണ്ട്. ആദ്യ റൗണ്ട് ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചതിനെ തുടർന്ന് രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള സാധ്യത ചക്രവാളത്തിലാണെന്നും റിപ്പോർട്ടുണ്ട്. വാഷിംഗ്ടണിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇറാൻ നേതൃത്വത്തിന് കൈമാറുന്നതിനായി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പാകിസ്ഥാൻ പ്രതിനിധി സംഘം ബുധനാഴ്ച ടെഹ്റാനിൽ എത്തിയതിനു ശേഷമാണ് ഈ നയതന്ത്രപരമായ ആക്കം കൂടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.